ഓം ശ്രീം മഹാത്രിപുരസുന്ദര്യൈ നമഃ. എല്ലാവർക്കും ഭക്തി സാന്ദ്രത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ലളിതാ സഹസ്രനാമത്തിലെ ആദ്യത്തെ 9 നാമങ്ങളുടെ അർത്ഥമാണ് പറയാൻ പോകുന്നത്. ഓം ശ്രീമാതാ ശ്രീമഹാരാജ്ഞി ശ്രീമത്സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡസംഭൂത ദേവകാര്യസമുദ്യത ഉദ്യദ്ഭാനുസഹസ്രാഭ ചതുർബാഹു സമന്വിത രാഗസ്വരൂപപാഷാഢ്യ ക്രോധാകാരാങ്കുശോജ്വല. ശ്രീമാത സൃഷ്ടിയെ ആണ് ഇവിടെ പരാമർശിക്കുന്നത്. മാതാവാണ് എല്ലാം. അപ്പോൾ എല്ലാറ്റിൻ്റെയും അമ്മയായിട്ടിരിക്കുന്ന അമ്മയെ പ്രീതിപ്പെടുത്തിയാൽ പരമാത്മാവിലേക്ക് എത്താൻ എളുപ്പമാണ് അല്ലേ? എല്ലാറ്റിനും മാതാവായിരിക്കുന്ന ലളിതാ പരമേശ്വരി ശ്രീ മാതാ, അതാണ് ആദ്യത്തെ നാമം. ഇനി രണ്ടാമത്തെ നാമം ശ്രീ മഹാരാജ്ഞി. അപ്പോൾ മഹാരാജ്ഞി കൂടിയാണ്. പ്രപഞ്ചത്തെ മുഴുവനും പരിപാലിച്ചുകൊണ്ട് മഹാരാജ്ഞിയായിട്ടിരിക്കുന്നു. ആദ്യം മാതാവാണ്. മാതാവിനോട് നമുക്ക് അങ്ങേയറ്റം അടുപ്പമായിരിക്കും. പക്ഷേ ഇവിടെ ആരാണ്? മഹാരാജ്ഞി, അധികാരത്തിലിരിക്കുന്ന ആളാണ്. അപ്പോൾ അമ്മയോടുള്ള ആ അടുപ്പം അധികാരത്തിലിരിക്കുന്ന ആ അമ്മയോട് കാണിക്കാൻ പറ്റില്ല. അവരോട് ഒരു ഭയഭക്തി ബഹുമാനത്തോടു കൂടി മാത്രമേ പെരുമാറാൻ പറ്റൂ. ഒരേ സമയത്ത് അമ്മയും രാജ്ഞിയും ആയിട്ടിരിക്കുന്നു. മൂന്നാമത്തെ നാമം ശ്രീമത് സിംഹാസനേശ്വരി. സിംഹാസനത്തിലിരിക്കുന്ന ആളാണ്. അവിടെയും ഒരധികാരത്തിലിരിക്കുന്നവളാണ്. ഇവിടെ അതിന് സംഹാരസ്വരൂപിണി എന്നൊരർത്ഥം കൂടി ഉണ്ട്. ആദ്യത്തെ 3 നാമങ്ങളിൽ നിന്ന് സൃഷ്ടി, സ്ഥിതി, സംഹാരരൂപിണി എന്നർത്ഥം എടുക്കാം. നാലാമത്തെ നാമം ചിദഗ്നികുണ്ഡ സംഭൂത. ലളിതാ പരമേശ്വരി എവിടെ നിന്നാണ് ഉണ്ടായത്? ചിദഗ്നിയിൽ നിന്ന്, കത്തിക്കൊണ്ടിരിക്കുന്ന യാഗാഗ്നിയിൽ നിന്ന് ഉണ്ടായവളാണ്. അതാണ് ചിദഗ്നികുണ്ഡ സംഭൂത എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി അഞ്ചാമത്തെ നാമം ദേവകാര്യ സമന്വിത. ദേവി എന്തിനു വേണ്ടിയാണ് ഉദ്ഭവിച്ചത്? അതാണ് ഇവിടെ പറയുന്നത്. എന്തിനാണ്? ദേവന്മാരുടെ അഭീഷ്ട സിദ്ധിക്കായാണ് ദേവി ഉദ്ഭവിച്ചത്. അതുകൊണ്ടാണ് ദേവിക്ക് ദേവകാര്യ സമന്വിത എന്ന പേര് വന്നത്. ആറാമത്തെ നാമം ഉദ്യദ്ഭാനു സഹസ്രാഭ. ഭാനു സൂര്യൻ. എത്ര സൂര്യന്മാരാണ്? സഹസ്രാഭ, 1000 സൂര്യന്മാർ ഒന്നിച്ച് ഉദ്യത് ഉദിച്ചാൽ എത്ര ആഭ ഉണ്ടാകുമോ, എത്ര പ്രകാശമുണ്ടാകുമോ, അതുപോലെ പ്രകാശസ്വരൂപിണിയായിട്ടാണ് ആ അമ്മ ഉദിച്ചുയർന്നത്. ഏഴാമത്തെ നാമം ചതുർബാഹു സമന്വിത. ഇനി ദേവിയുടെ രൂപത്തെയാണ് വർണ്ണിക്കുന്നത്. 4 കൈകളോടും കൂടിയാണ് ദേവി ഉദിച്ചുയർന്നത്. അതാണ് ചതുർബാഹു സമന്വിത എന്ന പേര് വന്നത്. ഇനി എട്ടാമത്തെ നാമം രാഗസ്വരൂപ പാഷാഢ്യ. രാഗസ്വരൂപം, മനുഷ്യനെ പരസ്പരം കോർത്തിണക്കുന്ന വികാരമാണ് രാഗം. അത് പാശരൂപമാണ്, കയറാണ്. ആ പാശം ദേവിയുടെ കൈകളിലാണ്. അപ്പോൾ ആരൊക്കെ തമ്മിൽ അടുക്കണമെന്ന് ദേവി നിശ്ചയിക്കുന്നുവോ അവരിൽ ദേവി ഈ പാശം പ്രയോഗിക്കുന്നു. അവർ തമ്മിൽ അടുക്കുന്നു. അപ്പോൾ ആ രാഗത്തെ മുറിക്കണമെങ്കിൽ, ആത്മീയതയിലേക്ക് പോകണമെങ്കിൽ അമ്മയുടെ സഹായം കൂടിയേ തീരൂ. അമ്മയുടെ കയ്യിലാണ് അതിൻ്റെ നിയന്ത്രണം. അപ്പോൾ
അമ്മയുടെ കയ്യിൽ എന്താണുള്ളത്? രാഗസ്വരൂപമായ പാശമാണ് ഉള്ളത്. അതുകൊണ്ടങ്ങനെ ആഢ്യമായിരിക്കുന്നു. 9ാമത്തെ നാമം ക്രോധാകാരാങ്കുശോജ്വല. ക്രോധാകാര അങ്കുശ ഉജ്വല. ഇനി ക്രോധരൂപത്തിലുള്ള അങ്കുശം, തോട്ടി അങ്ങനെ ധരിച്ച് ഉജ്ജ്വലമായിട്ടിരിക്കുന്നവൾ. അപ്പോൾ രാഗം എന്നത് നമുക്ക് ആരോടെങ്കിലും ഉള്ള ഇഷ്ടം, അതിൽ ഒരു പ്രതിബന്ധമുണ്ടാകുമ്പോഴാണ് ക്രോധമുണ്ടാകുന്നത്. അപ്പോൾ എന്താണ്? നമ്മുടെ എല്ലാ വികാരങ്ങളും അമ്മയുടെ നിയന്ത്രണത്തിലാണ്. അപ്പോൾ അതിനെ നിയന്ത്രിക്കാൻ നമുക്ക് ദേവിയുടെ സഹായം കൂടിയേ തീരൂ. ഈ ക്രോധമാകുന്ന തോട്ടി കൊണ്ട് നമ്മളെ അമ്മ നിയന്ത്രിക്കുന്നു. നമുക്കുണ്ടാകുന്ന ക്രോധാവേശത്തെ നിയന്ത്രിക്കാനും അമ്മയുടെ സഹായം തേടാം. അങ്ങനെ 9 നാമങ്ങളുടെ അർത്ഥമാണ് ഇവിടെ പറഞ്ഞത്. എല്ലാവർക്കും നല്ലത് വരട്ടെ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ശ്രീ ശിവശക്തൈക്യരൂപിണ്യേ നമഃ.